രാത്രിയിൽ ഞാൻ ഉണ്ടായില്ല. ഇനിയിപ്പോ എന്താ വൈകണേ? എപ്പോഴാ കബറടക്കാന്ന് പറഞ്ഞിട്ടില്ല. അബുവിന്റെ ഉമ്മയും പെങ്ങളും ഞാളെല്ലാം പോയി. അസറോടെ മറയാം. പള്ളിയിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രസിഡന്റും സെക്രട്ടറിയും വേണ്ടി തീരുമാനിക്കാന്ന് കമ്മിറ്റിക്കാരെങ്ങനെയാ പറഞ്ഞ. ഈ കഴിഞ്ഞതിലപ്പുറം ഇനിയൊന്നും വരാല്ല. ഒരു കമ്മിറ്റിക്കാരന് സമ്മതം വേണ്ട ഈ മുറ്റത്ത് മറവ് ചെയ്യാൻ. മണ്ണിലടക്കാനാ റസൂല് പറഞ്ഞത്. പള്ളിയും കബർസ്ഥാനൊക്കെ പിന്നീട് ഉണ്ടായതല്ലേ. എന്റെ ഒപ്പ തന്ന മണ്ണായത്. ഈട മതി എന്റെ കുഞ്ഞിന്റെ കിടപ്പ്. ആറ്റേ ഒന്ന് ക്ഷമിക്ക്. വാശി വേണം വേണ്ടെന്നല്ല, പക്ഷേ വേണ്ട, ഇതെന്റെ തീരുമാനം. അതില് മാറ്റല്ല. എന്നെ സഹായിച്ച് നിങ്ങളെ പേര് വടക്കാക്കണ്ട. ചന്ദ്ര, എനിക്കൊരു കുയ്പെട്ടി തരണം. 4 അടി താഴ്ചയിൽ 2 തട്ടായിട്ട്, പിന്നെ 5-6 പല കഷ്ണങ്ങൾ. എന്റെ മോനെ പൊതിയ 3 തുണി കഷ്ണങ്ങളും. ഉമ്മ കുളിപ്പിക്കാട് കേട്ടോ. ഉമ്മക്ക് മുത്തം കൊടുക്കണം. ചന്ദ്ര, എനിക്കെന്റെ കുട്ടിനെ കബറിലെത്തിക്കണം. ജോറായി മൂത്രം വെച്ചാ കൈകാത്തോനാ മയ്യം പിടിക്കുന്നേ. അതേടാ, ഓന്റെ കൽബ് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്റെ കുട്ടിക്ക് സുബർക്കം കിട്ടാനേ അത് മതി. റഹ്മാനായ തമ്പുരാനെ, ഈ മയ്യത്തിനോട് നീ പുറത്തു കൊടുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. ചോദ്യവേളയിൽ സ്ഥിരത നൽകണമേ. ഈ മയ്യത്തിന്റെ കബറിന്റെ പാർശ്വങ്ങളെ നീ
മാറ്റാത്ത ഉമ്മാക്ക് വല്ലാത്ത വേർത്ത മോളെ. പേടിക്കാനൊന്നുമില്ല. ഗ്യാസിന്റെ ഇന്നലെ മുതലൊന്നും കഴിക്കാത്തല്ല ഉമ്മ, അതുകൊണ്ടാ. തോറ്റു പാപ്പ, എന്നെ തോപ്പിച്ചു. മോളെ, ഏറ്റവും വലിയ തോൽവി മരണമാണ്. നീ ജീവിച്ചിരിപ്പില്ലേ, പിന്നെ എങ്ങനെ തോൽക്കും? എന്റെ മോൻ. ആദരവായ റസൂല് പോലും മോൻ മരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എൻ്റെ തീരുമാനമാണത് നബിയെ, എന്തിനു വിഷമിക്കുന്നു എന്നായിരുന്നു പടച്ചോന്റെ കൽപ്പന. ഉപ്പാപ്പയും മോളോട് അത് തന്നെ ചോദിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുക: അല്ലാഹുമ്മ ഇജ്അൽഹു ഫറത്തൻ ലി അബവൈഹി സലഫൻ വദുഹ്റൻ വൈത്തിബാറൻ. അതായത്, ഈ കുട്ടിയെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ഒരു നിക്ഷേപവും വഴികാട്ടിയുമാക്കണമേ, ഇഹലോകത്ത് ജീവിതത്തിൽ ഗുണപാഠവുമാക്കണമേ. ആറ്റേ, എന്താ മോളെ ഇത്? നീ ഇതുവരെ ധൈര്യത്തോടെ ചെയ്ത കാര്യങ്ങളെല്ലാം ഉപ്പ അംഗീകരിച്ചില്ലേ? പക്ഷേ നീ തളരാൻ പാടില്ല. നീ തളർന്നാൽ ഈ വീട് മുഴുവൻ തളർന്നു പോവും. മോളെ, ആറ്റേ. ഉമ്മ എന്തോ സ്വപ്നം കണ്ടു മോളെ. ഉമ്മ നീക്കേ.